കഷ്ടങ്ങളാൽ ഭാരങ്ങളാൽ ഞാൻ വലഞ്ഞപ്പോൾ, ലക്ഷ്യമില്ലാത്തോണി പോൽ ഞാൻ അലഞ്ഞപ്പോൾ, എൻ പടകിൽ അമരക്കാരനായ യേശു വന്നു, മറുകര ലക്ഷ്യമാക്കി എന്നെ നയിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സമാധാനമില്ലാതെ ലക്ഷ്യമില്ലാതെ വലഞ്ഞിരുന്ന അനേക വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഞാനും. ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ പേരിന് അർത്ഥമുണ്ടായത്, പ്രഹ്ലാദൻ എന്ന പേരിന് അതിരുകളില്ലാത്ത ആഹ്ലാദം ഉള്ളവൻ. പക്ഷേ 60 കാലം മുതൽ 19 വയസ്സ് വരെയും ആ ആഹ്ലാദം എന്തെന്നറിയാതിരുന്നവനാണ് ഞാൻ. ക്രിസ്തുവിനെ കണ്ടുമുട്ടുവോളും, യേശുവിനെ കണ്ടുമുട്ടുവോളും. ആകയാൽ ഈ സമാധാനം, ഈ സന്തോഷം ഇതെവിടുന്നാണ് കിട്ടുന്നത്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം തിരുവചനം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അതെ, സമാധാനമില്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ അത് ഉണ്ടാക്കാൻ കഴിയുന്നത്? യഥാർത്ഥ സമാധാനം ആരിൽ നിന്നാണ് വരുന്നത്? ലോകത്തിൻ്റെ വെളിച്ചമായി കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടാണ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. അത് ലോകത്തിൻ്റെ സമാധാനം ശാശ്വതമല്ല. ആ ശാശ്വതമായ സമാധാനം ഒരുവനിലേക്ക് വരുന്നത് ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമെന്നാണ്. ദൈവപ്രസാദമുള്ള തലത്തിലേക്ക്, ഒരു ദൈവ പൈതൽ എന്ന തലത്തിലേക്ക് ദൈവം തമ്പുരാൻ നമ്മളെ ആകർഷിച്ച് അടുപ്പിച്ച് തൻ്റെ പൈതലാക്കി തീർക്കുമ്പോൾ ആ ദൈവിക സമാധാനം, ദൈവത്തിൽ നിന്നുള്ള ആ ചാല്, സമാധാനത്തിൻ്റെ ചാല് നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സമാധാനം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ സമാധാനം മറ്റുള്ളവരിലേക്ക് പകരും. അങ്ങനെയാണ് നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവർ, ദൈവത്തിൻ്റെ പുത്രന്മാരായിത്തീരുന്നത്. അത് ഇഹത്തിലേക്കുള്ള സമാധാനം മാത്രമല്ല, പിന്നെയോ ഇവിടെ സമാധാനം ഉണ്ടാക്കുന്ന എത്രയോ രാഷ്ട്രീയക്കാരുണ്ട്. എന്നാൽ നിത്യത, 2 നിത്യതയുണ്ട്. ഒന്ന് സ്വർഗം, 2 നരകം. അപ്പം നിത്യതയാകുന്ന സ്വർഗത്തിലേക്ക്, ആ സമാധാനത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ തക്കവണ്ണം ശാശ്വതമായ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. അത് ദൈവപ്രസാദം നേടി ആ ദൈവപ്രസാദത്താലുള്ളതായ സമാധാനം മറ്റുള്ളവരിലേക്ക് പകരുന്ന, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ, അതല്ലേ അനേക അഭിഷിക്തന്മാരിലൂടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആകയാൽ ആ ശാശ്വതമായ സമാധാനം പ്രാപിപ്പാൻ, അങ്ങനെ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരുവാൻ